കൊടിയേറ്റം കണ്ടു കഴിഞ്ഞാൽ കൊടിയിറക്കം കാണണമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പം നമ്മൾ കൊടിയിറക്കം കാണാൻ വേണ്ടി പോയി. തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് കുക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്കുള്ള ഒരൊറ്റ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചയും ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നൊരു കാഴ്ചയാണ്. ജാനു ആണെന്നുണ്ടെങ്കിൽ ചെണ്ടമേളമൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരുടെ കൂടെ അങ്ങ് തുള്ളുമായിരുന്നു. പിന്നെ കുറച്ച് ഫ്രീക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു വൈകുന്നേരം. ഈ ആനയൊക്കെ ഇവിടുന്ന് നേർച്ച കാഴ്ചയായിട്ട് കൊടുക്കുന്ന കേട്ടോ. ഇത് അമ്മയാണെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് കൊടുക്കാൻ ആപ്പിളൊക്കെ ആനക്കാരൻ്റെ കൊടുത്തതാണ്. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ റെഡിയായി കെട്ടുകാഴ്ചയുടെ കൂടെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പം തൃപ്പാദത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഈ ഗോറില്ലയും കുറേ കരടികളൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കിടന്ന് ഓടുന്നത്. ഇടയ്ക്ക് ഈ കരടി വന്ന് ജാനുവിനെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ ജാനു ഭയങ്കര പേടിച്ചിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുന്നു. പിന്നെ അവിടെ നമ്മൾ അമ്പലത്തിലോട്ട് നേരെ പോവുക. ആ വഴിയെല്ലാം കുറേ ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാ കെട്ടുകാഴ്ചകളും വന്ന് ഭഗവാനെ കാണിച്ചിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് വന്ന് അവിടുത്തെ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കും. ഇത് ഫ്രണ്ട് നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറേ നേരം നിന്നപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുരുക്കിനകത്ത് വന്ന് പെട്ട പോലായിരുന്നു. കാരണം പിന്നെ ആ ക്രൗഡൊന്നും മൂവ് ആവുന്നില്ല. പിന്നിൽ ഉറുമ്പഴയുന്നോണക്ക് ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ഭാഗത്തൂടെ നമ്മളിങ്ങ് ഒരു കോർണറിൽ വന്നു. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ദാഹിച്ച് വലഞ്ഞ് പണ്ടാരം അടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ച് കുടിച്ച് വീട് പിടിച്ച് വീട്ടിൽ വന്നതുകൊണ്ട് നമ്മുടെ പരിപാടിയൊന്നും കഴിഞ്ഞില്ല. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ പിന്നെയും വരുന്നുണ്ടായിരുന്നു. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ചന്ദനമഴയിൽ അമൃതയുടെ കൂട്ട് ആ നിപ്പിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് പോയി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കോട്ടയം അമ്പലത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.